അപ്പൊ വാപ്പയൊക്കെ പാടിക്കൊണ്ടിരുന്ന മിക്കവാറും ബാബുക്കയുടെ ഒക്കെ പാട്ടായിരിക്കും അല്ലേ? പണ്ടത്തെ പഴയ പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ. ഏതെങ്കിലും ഓർമ്മയുണ്ടോ വാപ്പ ഇങ്ങനെ ആസ്വദിച്ച് പാടുന്ന പാട്ട്? അപ്പൊ ഓ ദുനിയാ കേ രഖ്വാലേ സുൻ ദർദ് ഭരേ മേരെ നാലേ സുൻ ദർദ് ഭരേ മേരെ നാലേ. ഇത് അപ്പൊ പണ്ട് ലൈറ്റ് ഇന്റർ യൂണിവേഴ്സിറ്റിയിലേക്ക് ഫസ്റ്റ്, അന്ന് സിനിമാ പാട്ടൊക്കെ പാടാം കോളേജില്, ഫസ്റ്റ് അടിച്ച പാട്ടുകളാണ്. അപ്പം ഇങ്ങനെ ഇരുന്ന് പാടും, ഒരു 5 വിളി ഉണ്ടല്ലോ ലാസ്റ്റത്തെ രഘുവാല എന്നൊക്കെ ഉള്ള, അതൊക്കെ വാപ്പ ഇരുന്ന് പാടും. എപ്പോഴും വീട്ടിൽ പാട്ട് തന്നെയാണ്. പിന്നെ ഓരോന്ന് ഈ ബാബുക്കാരൻ്റെ ഒരു പുഷ്പം, അതുപോലെ സുറുമ എഴുതിയ മെഴികളും. ഞാൻ ആദ്യം പാടുന്നത് ഇതാണ്, മാമലകൾക്കപ്പുറത്ത്, ഇങ്ങനെ വായിലിങ്ങനെ എന്നെ തോളത്തെടുത്ത് വെച്ച് വാപ്പ ഇങ്ങനെ ഉറക്കുന്ന സമയത്ത് ഈ പാട്ട് പാടാറുണ്ട്. ആദ്യം ചെറുതില് അങ്ങനെ പാടിയിട്ടുണ്ടെന്നാണ്. ബാബുക്കയുടെ ഏതെങ്കിലും ഒരു പാട്ട് പാടും? അതെയാ, ശരി. ഒരു പുഷ്പത്തിന്റെ ആരാധികയാണ് അല്ലേ? ഞാനും, എനിക്ക് ഒരു പുഷ്പമാണ്. അതെ അതെ അതെ, ശരി. എന്നാ മാനേജർ പറയുന്ന അനുസരിച്ച്. മാനേജർ പറഞ്ഞു ഒരു പുഷ്പം പാടാൻ. നിഷ്കളങ്ക മുഖമായിട്ടിരിക്കുന്ന ക്രൂരയായ മാനേജറാണല്ലേ? ഒരു പുഷ്പം പാടിയാ മതി എന്നാണ് പറഞ്ഞത്. ഒരു പുഷ്പം പാടിയാ മതി, അതത്രേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞു. പാവം പേടിച്ചനുസരിക്കുന്നുണ്ടോ? പാവൊന്നുമല്ല അല്ലേ? അല്ല, നജീബ് പാവമാണോന്ന് ചോദിച്ചത്. ഇക്ക പാവാണ്, പക്ഷെ ദേഷ്യമൊക്കെ പിടിക്കും. അല്ല, പക്ഷെ അത് തെറ്റെന്റെ കയ്യിലാവുമ്പോഴല്ലേ, അല്ലാണ്ട് വെറുതെ ഇല്ല. നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ വലിയ തെറ്റൊക്കെ ചെയ്യും, അതുകൊണ്ട് എല്ലാവരുടെയും കയ്യിലില്ലേ ചേട്ടാ കൊറേയൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും തെറ്റുകളൊക്കെ. നമ്മളാരും അത്ര പെർഫെക്റ്റ് അല്ലല്ലോ. എന്താണെന്ന് അറിയില്ല, വെറുതെ നിൽക്കുമ്പോ ഞാനൊരു ചവിട്ട് കൊടുക്കും. അല്ല, ചവിട്ടില്ല, എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ദേഷ്യം എങ്ങനെയെന്നറിയാമോ? ഈ ചവിട്ടും അടിയും ബഹളം അതൊന്നുമല്ല. ഞാൻ നടന്നു പോകുമ്പോ വാതിലിടിഞ്ഞ് വിളി ശബ്ദമൊക്കെ. ഓ, വാതിലില്ല, അങ്ങനല്ല, വാതിലടക്കും. പിന്നെ പാത്രം എനിക്കുള്ള ദേഷ്യം എന്ന് വെച്ചാൽ മുഖത്തടിച്ചതാണല്ലേ. അല്ല, ഞാൻ ഇക്കയുടെ അടുത്ത് തീർക്കൂല, വേറെ ആർക്കും തീർക്കൂല. അത് ഒരു ചീത്ത സ്വഭാവമാണ്. ഡോറിലുണ്ട്. ചിലപ്പോ എന്റെ കയ്യില് പാത്രമാണെങ്കിൽ എടുത്ത് വലുതായിട്ട് എറിയും. അങ്ങനല്ല, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പാത്രം ടക്കെന്ന് പറഞ്ഞിട്ട് ഡോറാണെങ്കിൽ ഡോറ് അടയ്ക്കും, ഇച്ചിരി ശക്തി കൂടി പോകും, അറിഞ്ഞോണ്ടല്ല. പക്ഷെ ഡോർ അടയ്ക്കേണ്ട ഡോറാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡോർ അടയ്ക്കുക, അതിൽ എന്തെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ശബ്ദം കേൾക്കുമ്പോ ഒരു കുളിരല്ലേ. എല്ലാവർക്കും ദേഷ്യം വരുമ്പോ വോയിസ് റേസ് ചെയ്ത് പടാർന്ന് പറഞ്ഞിട്ടല്ലേ, എനിക്ക് അങ്ങനൊന്നും പറ്റൂല. എന്റെ ദേഷ്യം ഞാൻ എന്റെ സാധനങ്ങളിൽ അങ്ങ് തീർക്കും. അങ്ങനത്തെ എനിക്ക് പറ്റൂല. പറ്റണം, രണ്ടു കൊടുക്കണ്ടേ? എനിക്കിപ്പോ ബാക്കിയുള്ളവരുടെ അടുത്താണെങ്കിൽ പോലും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു വിഷമോ പ്രശ്നമോ വന്നു കഴിഞ്ഞാൽ അതവിടെ അങ്ങ് തീർക്കും എന്ന് വെച്ചാൽ ഞാൻ ചിലത് ഒന്നുകിൽ സ്വന്തം കരയും. കുറെയൊക്കെ ഇക്കയുടെ കൂടെ ചേർന്നതിന് ശേഷം കിട്ടിയൊരു സ്വഭാവമാണ്. എല്ലാരും വിചാരിക്കും ഇക്കയെടുത്തു നിന്നാണോ ഇത് പഠിച്ചതെന്ന്. അങ്ങനല്ല, ഞാൻ ഇങ്ങനത്തെ ഒരു ഇതല്ല. പെട്ടെന്ന് ഒന്ന് പറഞ്ഞ രണ്ടിന് കരയുന്നൊക്കെ ഒരാളായിരുന്നു. പക്ഷെ കുറച്ചൊക്കെ ഒന്ന് തിരിച്ച്, അങ്ങനെ വെച്ചാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ അറിയാണ്ടെങ്കിലും പറഞ്ഞു പോകണം, അല്ലെങ്കിൽ അവര് നമ്മളെ ഭയങ്കരമായിട്ട് ഇതാക്കും. അങ്ങനെ ഇക്കയെടുത്തു നിന്നാണ് കുറച്ചെങ്കിലും പഠിച്ചത്. അല്ലല്ല, ഇക്ക പഠിപ്പിച്ചു, അങ്ങനല്ല. ഇക്ക ഇപ്പം ഓരോ സിറ്റുവേഷൻ ഞാൻ വീട്ടിൽ വന്ന് പറയൂലോ, വേറെ ആരും എനിക്കില്ലല്ലോ പറയാൻ വേണ്ടിയിട്ട്. വീട്ടിൽ പറയുന്ന സമയത്ത് ഒരു ഫ്രണ്ട് അങ്ങനത്തെ ഒന്നുമില്ല, എല്ലാം ഇപ്പൊ ഇക്ക തന്നെ. ഒറ്റ മോളാണ് വീട്ടില്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഭയങ്കര എന്ത് പറഞ്ഞാലും വേറെ രീതിയിൽ ചിലപ്പോ എടുക്കുന്നുണ്ടോ, ഏത് രീതി എടുക്കണമെന്ന് അറിയില്ല. ഭയങ്കര ഈ കരച്ചിലും പെട്ടെന്ന് വരും, ഭയങ്കര ഫീലിങ്സും ഇങ്ങനെ ആയിട്ട് ഇമോഷണൽ ആവും. ഇപ്പം ഈ കടലിൽ നടുക്കടലിൽ വീണ് അവിടെ കിടക്കും, നമ്മള് പിന്നെ കയറൊക്കെ ഇട്ട് ഇക്ക സപ്പോർട്ട് ചെയ്തിട്ട് പല കാര്യങ്ങളിൽ നിന്നും എനിക്ക് റിക്കവർ ചെയ്ത് വരാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് ഇക്കയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ. പക്ഷെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ചിലപ്പോ ഇങ്ങനെ ആയിരിക്കൂല എന്റെ അടുത്ത് നിൽക്കുന്ന രീതി.
എല്ലാരും നമ്മളെ ചിലപ്പം സഹിച്ചു എന്ന് വരത്തില്ല. ഞാൻ പറഞ്ഞത് അല്ല അത് ഓക്കെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. അല്ല ശരിയാണ്, കറക്റ്റാണ്, വാക്ക് കറക്റ്റാണ്. ഒരു കാര്യം അല്ലല്ല പ്രശ്നമൊന്നും വന്നില്ല, ഒരു കാര്യം മാത്രം പറഞ്ഞില്ല. അപ്പൊ ഇക്ക തന്നെ പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഈ ഡോറിലും പാത്രത്തിലും ഒക്കെ തീർന്നത്. അല്ലല്ല ഇക്കല്ല. അവിടെയും ഞാനിപ്പോൾ എന്തെങ്കിലും പ്രശ്നം, ഇപ്പം കുഞ്ഞിൻ്റെ ആവട്ടെ, എന്തെങ്കിലും ഫാമിലിയുടെ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ നോർമലി ടോക്ക് വരുന്ന സമയത്ത് ഞാൻ സമ്മതിച്ചു കൊടുക്കൂല. സമ്മതിച്ചു കൊടുക്കൂല എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ കയ്യിലാണ് തെറ്റെന്നുണ്ടെങ്കിലും വിട്ടുകൊടുക്കൂല. അത് കറക്റ്റ് അല്ലേ? കാര്യങ്ങള് ഇപ്പൊ എന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാലും അത് കറക്റ്റായിട്ട് ഞാൻ ചിലപ്പോ അല്ലേ അങ്ങനെ വെച്ചാൽ സമ്മതിച്ചു കൊടുക്കൂല വെച്ചാൽ അപ്പൊ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പറയാമെങ്കിൽ എനിക്ക് ദേഷ്യം വരും. അത്രയും ദേഷ്യം വരുമ്പോൾ പാത്രം തീരും. കുഴപ്പമില്ല, 2 പാത്രം നമുക്ക് പുതുതായിട്ട് വാങ്ങിക്കാവുന്ന വരും. ഹാംഫുൾ ഒന്നും അല്ല, പാത്രമല്ലേ, ജീവിയൊന്നും അല്ലല്ലോ, കുഴപ്പമില്ല, അങ്ങനെയൊന്നുമില്ല. എന്നിട്ട് പാട്ട് പഠിക്കാനൊക്കെ ശ്രമിച്ചോ ഈ മനുഷ്യന്റെ കൂടെ കൂടിയതിനു ശേഷം? അതെനിക്ക് പറ്റുന്ന പണിയല്ലേ. പാട്ട് പാടും, പക്ഷെ അതിന്റെ ഒരു ബേസിക് അതിന്റെ എങ്ങനെയാണ് അതിന്റെ രീതി, സ്വന്തമായിട്ടൊരു ഇതുണ്ടല്ലോ, ജഡ്ജ്മെന്റ്, സെൽഫ് ജഡ്ജ്മെന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ കാരണം അത് ഇപ്പം ഞാൻ പാടുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള അതുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പാട്ടുകാരനാവും, ആ ഒരു സാധനം. പക്ഷെ പാട്ടുണ്ട് കേട്ടോ ഉള്ളിൽ പാട്ടുണ്ട്, മ്യൂസിക് ഉണ്ട്. ഞാനൊരു പാട്ടൊരു കൊച്ചിന് 2.5 വയസ്സായപ്പോഴത്തേക്കും ഒരു കണ്ടന്റ് ഇറക്കിയായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ, ഒരു ഫാമിലി സോങ് പോലെ. അതില് പാടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. മേജർ രവി സാറിന് വേണ്ടിയിട്ട് ആ പടത്തില് നജീബ് ചെയ്തിട്ടുണ്ടായിരുന്നു, മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് ചെയ്യുന്നില്ല. അല്ല, മ്യൂസിക്കിനെ കാട്ടിയും ഇപ്പം പാട്ടെന്നുള്ള ഒരു തൊണ്ടയിലുണ്ടല്ലോ, ആ ഒരു പ്രൊഫഷൻ ഉള്ളതുകൊണ്ട് ഇപ്പൊ അത് പോട്ടെ മാക്സിമം. നമുക്കത് മറ്റത് ഉള്ളിൽ തന്നെ ഉണ്ട്, നമ്മുടെ ആത്മാവ് പോലെ സംഗീതം എപ്പോഴും ഉള്ളിലുണ്ട്. പക്ഷെ ഈ പറഞ്ഞല്ലോ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്കിപ്പോ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അപ്പൊ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പാഷന്റെ പുറത്ത് ഇങ്ങനെ ഓരോ പാട്ടുകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ കെട്ടിയോളാണ് എന്റെ മാലാഖയിലാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്, BK ഹരിനാരായണൻ എഴുതിയതാണ്. ആ പാട്ട് ഒന്ന് പാടിയിട്ട് നമുക്ക്. ആത്മാവിലെ വാനങ്ങളിൽ മാലാഖയായി നീയോമലേ ഒരു വരിയായി മാനസം നിന്നോടായി ചൊല്ലുവാൻ വയ്യാതെ പെയ്യാതെ നെഞ്ചം നീറുന്നിതാ ആത്മാവിലെ വാനങ്ങളിൽ മാലാഖയായി നീയോമലേ. ഇത് വില്യംസ് ആയിരുന്നു. ഇത് വില്യം ഫ്രാൻസിസ്. പുള്ളി ഞാൻ ആദ്യമായിട്ട് ചെയ്ത പടത്തിലാണ്. എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഈ ബാൻഡ് നേരത്തെ പറഞ്ഞല്ലോ, ബാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് ഒരു 2012 ചിന്തിച്ചിരുന്നു. അപ്പൊ അന്ന് കുറച്ച് സ്റ്റേജിലൊക്കെ ഞങ്ങൾ നടത്തിയിരുന്നു പ്രോഗ്രാംസ് ഇങ്ങനെ ബാൻഡ് മൂഡിൽ. അപ്പൊ അന്ന് നമ്മൾ ഒരുമിച്ചായിരുന്നു, വില്യവും ഞാനൊക്കെ ഒരുമിച്ചാണ് ബാൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. അന്നിട്ടുള്ളൊരു ബന്ധമാണ്. മ്യൂസിക് ചെയ്തപ്പോൾ അതിന് ഒരുമിച്ച് കൂടാൻ പറ്റി. ശരിക്കും ഈ മനുഷ്യൻ ഗായകനല്ലെങ്കിൽ പിന്നെ എന്താണ്? ശരിക്കും ഈ മനുഷ്യൻ ആരാണ്? എന്തൊക്കെയാണ് ക്വാളിറ്റീസ് ഒക്കെ? ആർക്കെങ്കിലും ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വിഷമമൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനൊക്കെ പറ്റും. മോട്ടിവേഷൻ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. മോട്ടിവേഷൻ ഒക്കെ കൊടുക്കും. പക്ഷെ നന്നാക്കുമെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ, എനിക്കെന്നല്ല ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് നമ്മൾക്ക് ഒരു മനുഷ്യന്റെ മോശം അവസ്ഥയിലാണെങ്കിൽ പോലും സംസാരിച്ച് എഫേർട്ട് എടുക്കും. ചിലപ്പം പല റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഷോസ് ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ടായിരിക്കും. അല്ലെങ്കിൽ ഫ്രണ്ട്സിനാവട്ടെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പാതിരാത്രി 2 മണി 1 മണി ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. സംസാരിച്ച് എങ്ങനെങ്കിലും അതൊന്നും അവസാനം ഒതുക്കി തീർക്കണം. ആ ഒരു സന്തോഷം. അതെ ആ മനുഷ്യനെയാണ് ഇഷ്ടം. ആ മനുഷ്യനെയാണ് ഇഷ്ടം. അത് മാത്രമേ ഉള്ളൂ ക്വാളിറ്റി. വേറെ ക്വാളിറ്റി ഒന്നും ഇല്ലേ? വേറെ ക്വാളിറ്റി എന്താ?
വേറെ കംപ്ലൈൻസ് ഒന്നും ഇല്ല. കംപ്ലൈൻസ് വേണ്ട, ക്വാളിറ്റി പറയുമ്പോ കംപ്ലൈൻസ് എന്തൊരു ഭാര്യയാണ്. അങ്ങനല്ല, കംപ്ലൈൻസ് ഇല്ല. കംപ്ലൈൻസ് ഇല്ല, ഇങ്ങനെയൊക്കെ പൊക്കോളും. ക്വാളിറ്റി നല്ലൊരു ഫുഡൊക്കെ ഡയറ്റ് ഒക്കെ എങ്ങനെ കീപ്പ് ചെയ്യും? അതിലൊന്നും ഒരു രക്ഷയില്ല. ഡയറ്റ് എന്നൊക്കെ പറയും. ഇപ്പൊ ഒരു 5 ദിവസമൊക്കെ കട്ടായിട്ട് ഭയങ്കരമായിട്ട് വെച്ചാൽ അത് കഴിക്കത്തില്ല ഇത് കഴിക്കത്തില്ല, ഞാൻ പറയട്ടെ ഫുള്ള് കഴിക്കത്തില്ല പറയും. പക്ഷെ എന്തെങ്കിലും ഒരു സ്മെല്ല് വരുന്നെന്ന് വിചാരിക്കേ, ബിരിയാണി അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുവാന്ന് വിചാരിക്കുക എനിക്ക് കഴിക്കാൻ എന്ത്, അങ്ങനെയാണെങ്കിൽ ഫുള്ള് നമ്മൾ കാറ്റ് ഊരി വിടുന്നോണ്ട് ഫുള്ള്. പിന്നെ നമ്മൾ ചിലപ്പോൾ എങ്ങനെങ്കിലും കഷ്ടപ്പെട്ടിട്ടായിരിക്കും കുറച്ച് തരുന്നത്. ഇക്കയുടെ കേസിൽ, ഇപ്പൊ എന്റെ കേസിൽ ഞാൻ ഡയറ്റോ അങ്ങനെയല്ല, മടിയാ മെയിനായിട്ട്. എനിക്ക് നന്നായിട്ട് എനിക്ക് നന്നായിട്ട് വിശക്കുമ്പോ, ഇപ്പൊ വിഷമം വന്നാലും സന്തോഷം വന്നാലും ഭക്ഷണം എനിക്ക് ഭയങ്കരമായിട്ട് കഴിക്കണം. അല്ല സീരിയസ് ആയിട്ട് വിഷമം വന്നാൽ ചിലപ്പോ നമ്മൾ അപ്പൊ കരയൊക്കെ ചെയ്യും, സങ്കടം വരും. ബിരിയാണി അല്ല, ഇപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള, ഇപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് കിട്ടി ആരാ കഴിക്കാത്ത, നമ്മള് കഴിക്കത്തില്ലേ. ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടും ഇഷ്ടം ഇപ്പൊ ഉമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന നല്ല മീൻകറി അങ്ങനത്തെ ഒക്കെ ഇല്ലേ, നന്നായിട്ട് ടേസ്റ്റ് ഉള്ള സാധനം കിട്ടിയാൽ നന്നായിട്ട് ഞാൻ കഴിക്കും. ഇക്കയും കഴിക്കും, പക്ഷെ ഇക്കയും ഡയറ്റ് ഒക്കെ ആണെങ്കിലും ഇങ്ങനെ കണ്ണടച്ചിട്ട് ഡയറ്റിന്റെ ഫുഡ് ഒരു സൈഡിൽ കഴിക്കും. ചിലപ്പോ ഞാൻ ഇതാ കഴിക്കുന്നെങ്കിൽ അതും കൂടി കഴിക്കും. അതാണ് എനിക്ക് എന്താണ് നമുക്ക് കൺട്രോൾ ഇല്ലെന്നാണ്. ഇക്കേനെ നമുക്ക് വേണമെങ്കിൽ വഴിതെറ്റിക്കാം നമ്മളെ ചിന്തിച്ചാൽ. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, വഴിതെറ്റിക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. ഇക്ക നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ നമ്മള് പറയും ഇക്കെടുത്ത് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആയിക്കൂടെ, അങ്ങനെയാണെങ്കിൽ ഇക്ക നല്ല മാറുന്നൊരു സ്വഭാവം ഉണ്ട് ഇക്കയ്ക്ക്. ഒരു മനസ്സിങ്ങനെ ചാഞ്ചാടും, അവിടെ ചവിട്ടണോ ഇവിടെ ചവിട്ടണോ. ഈ ചാഞ്ചാട്ടമാണ് ഞാൻ ആദ്യം ചോദിച്ചത്. കൊറേ പെണ്ണുങ്ങൾ ഇങ്ങനെ പുറകെ വരുമ്പോ ചാഞ്ചാടുമെന്നാണ് ചോദിച്ചത്. അല്ല അത് പക്ഷെ എനിക്ക് അറിഞ്ഞൂടാട്ടോ, അങ്ങനെ ചാഞ്ചാടുമെന്ന് അറിഞ്ഞൂടെന്നാണ് ഇതുവരെ എന്റെ അടുത്ത് ചാഞ്ചാടിയിട്ടില്ല. ഏതിന് കുഴപ്പമൊന്നുമില്ല. അല്ല അതായത് പുറത്തു പോയാൽ ചാഞ്ചാടുമായിരിക്കും, എന്റെ അടുത്ത് വലിയ ചാട്ടമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞു വന്നത്. അങ്ങനെയാണോ? മനസ്സിലായില്ലേ? അബദ്ധം മാറി. അല്ല ശരിയാണ്, അതുവരെ ശരിയാ. എന്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ. എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇല്ല. ഇക്ക അങ്ങനെയൊന്നും പോകത്തില്ല. അതൊക്കെയല്ലേ നമ്മുടെ എല്ലാവരുടെ ഒരു വിശ്വാസം. അതാണ് വിശ്വാസം, അതല്ലേ എല്ലാം. ഇല്ല ആ മനുഷ്യന്റെ കള്ളച്ചിരി ഉണ്ടോ? ഫോൺ തരാന്ന്. അല്ല പക്ഷെ അയാളുടെ എത്തിക്സ് വെച്ചിട്ട് അയാൾ നോക്കൂല. ഫോൺ വാങ്ങിച്ചു എന്നാ കിട്ടുന്ന ഉറപ്പാണ് എനിക്ക്. അതൊരു വ്യക്തിത്വമുള്ള മനുഷ്യനാണ്, അതുകൊണ്ട് നോക്കൂല എന്ന് നമുക്ക് ഉറപ്പുണ്ടെന്ന്. തിരിച്ചെന്തായാലും നജീം ഫോൺ എടുത്ത് നോക്കൂലല്ലോ. ഞാൻ ഇത് അതല്ല, എന്തിനാണത് എടുക്കാത്തതെന്ന് അറിയാവോ? എന്റെ ഫോണോ? നല്ല ടെക്നിക്കായത്. നമ്മള് അവളുടെ ഫോൺ എടുക്കൂല, അതുകൊണ്ട് അവളും നമ്മളെ ഫോൺ എടുക്കരുത്. അതൊക്കെ മറ്റേ ആണുങ്ങൾക്കല്ലേ ടെക്നിക്കാണ്. ഞാൻ വീട്ടില് ഭാര്യയുടെ ഫോൺ എടുത്ത് നോക്കൂലല്ലോ. നോക്കത്തില്ല. എന്റെ ഫോണും നോക്കൂല, സേഫ്റ്റിക്ക് വേണ്ടിട്ടാണ്. അതേപോലെ നജീബ് ഒരു ദിവസം ഫോൺ എടുത്ത് നോക്കൂ, നിങ്ങളുടെ കണ്ണൊക്കെ മറ്റേ കാർട്ടൂണിൽ കാണുമ്പോൾ ഇങ്ങനെ തള്ളി വരും. ഇല്ല ഇല്ല കുഴപ്പമില്ല. സങ്കല്പമില്ല എനിക്ക്, അങ്ങനെയൊന്നും പറയുന്നില്ല. അങ്ങനെയില്ല ചേട്ടാ. ഇക്ക പിന്നെ എന്തെങ്കിലുമൊക്കെ ഇപ്പം കുട്ടികളുടെ കാര്യമാണെങ്കിൽ എന്തുണ്ടെങ്കിലും ഇക്ക പറയാറുണ്ട്, ഞാനും പറയാറുണ്ട് ഇക്ക അടുത്ത്. എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ബാരിയർ ആയിട്ടൊന്നും ഇല്ല, രണ്ടുപേരും ഓപ്പൺ തന്നെ അങ്ങോട്ട്. അങ്ങനെയാണ് വിശ്വസിക്കുന്നത്.